വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഹോണ്ടഡ് വീഡിയോക്ക് വേണ്ടി അങ്ങ് തമിഴ്നാട് പോകാൻ പോവുകയാണ്. എന്റെ മുമ്പിൽ അമ്മ നിൽക്കുന്നു. ഈ കുട്ടി ബാഗ് കൊണ്ടുപോകണം. ഈ കുട്ടിയെ കൊണ്ടുപോവാണ്. ചിന്ന ബാഗ്. അതെ, അതിനകത്ത് ആവാഹിച്ച് തമിഴ് പ്രേതത്തിനെ കൊണ്ടുവരാം. ശരിക്കും പ്രേതം ഉണ്ടെങ്കിൽ അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരല്ലേ. ആക്കുവാണോ ഊതുവാണ്? ഓക്കെ ഓക്കെ. അയ്യോ, ഞാൻ എന്തായാലും പോട്ടെ. സമയം അതും ട്രെയിനറിന്റെ മേത്തേ കൂടത്തുള്ളൂ കൂടുമെങ്കിൽ. ദൈവമേ, പാവപ്പെട്ടവൻ അതിനാന്റെ മേത്ത് അത് മേടിച്ചു നൂറിയാണ്. ഒരാള് പറയുന്നു പോയി. രുദ്രാക്ഷം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, രുദ്രാക്ഷം ഇട്ടോളൂ. അത് ജപിച്ചത്. ഇത് വണ്ടിയുടെ വേണ്ടി പാവ എന്തിനാണ്? പുറകെ ഒരു മുതലിരിപ്പുണ്ട്. അതെ, വെച്ചോളല്ലോ. അമ്മയോട്ട് വാ, ഞാൻ ഈ സാധനമൊക്കെ വെക്കട്ടെ. ഈ വണ്ടിയുടെ അടിയിൽ പൂച്ചകളുണ്ട്, അവരെയൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ പോട്ടെ. അച്ഛൻ ഡിക്കി തുറന്നു പെട്ടെന്നാട്ടെ, ഞാൻ ഇറങ്ങട്ടെ. രണ്ടുപേര് ഇപ്പൊ ആലപ്പുഴ എത്താറായി. പൂച്ചകളൊക്കെ ഇതിന്റെ അടിയിൽ ഉണ്ടായില്ലെന്ന് നോക്കട്ടെ ഒന്ന്. തുറങ്ങുന്ന കേട്ടോ, ഓരോ സാധനങ്ങൾ ഓരോ ഗ്യാപ്പില്. ഇറങ്ങ എഴുന്നേക്ക്. വെള്ളം തളിച്ച് വിട്, തളിച്ച്. ഓടിക്കോ. വണ്ടിയും ചീത്തയാകും, നിങ്ങൾ എല്ലാം കൂടി ചീത്തയാകും. എല്ലാരെയും വണ്ടിക്കാരൻ ഇറക്കിയിട്ടുണ്ട്. ഒരെണ്ണം അവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ, പിന്നെ 2 എണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. 5 എണ്ണത്തിനെ പുറത്തിറക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഉള്ള ജോലിയല്ലായിരുന്നു, അതുകൊണ്ട് ഉറക്കം വരുന്നു. ശരി, അമ്മമാരെയൊക്കെ പിക്ക് ചെയ്യട്ടെ. ശരി, അതിനെ പേടിപ്പിക്കലും കേട്ടാ ട്രെയിനർ. പാവപ്പെട്ടവന് പേടിയാണ്. അമ്പലത്തിൽ പോയി കൂട് ജപിച്ചോണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാല കൊടുത്തേക്കണം കേട്ടാ. ശരി. ഞാൻ ട്രെയിനറിന്റെ വീട്ടിലെത്തി. അവനെ പിക്ക് ചെയ്തിട്ട് പിന്നെ രണ്ടുപേര് ആലപ്പുഴ വരുന്നുണ്ട്. അവരെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിക്ക് ചെയ്യണം. അമ്മമാരെല്ലാം എന്താവും അതേ അവിടെ കൊണ്ടുപോയിട്ട്. ഭക്തിയും ഉള്ളതാണ്, പേടിയുണ്ടായിരിക്കും, അറിയത്തില്ല. അവിടെ സെമിത്തേരിയൊക്കെ ഉണ്ടെന്നോ, അവിടെയൊക്കെ നമുക്ക് തപ്പി പോയി. എന്തായാലും വെറുതെ ഒരു സ്ഥലം ഹോണ്ടഡ് ആണെന്ന് ആരും പറയത്തില്ല. എന്നുവെച്ചാൽ ഈ ഹോട്ടൽ ഇന്ത്യയിലെ 3rd മോസ്റ്റ് ഹോണ്ടഡ് ഹോട്ടലാണ്. സെർച്ച് ചെയ്താൽ വരും. ചിലപ്പോൾ വേണം എനിക്ക് എക്സ്പീരിയൻസ് ആകത്തില്ല, ഇവന്മാരിൽ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ആവും, പറയാൻ പറ്റത്തില്ല. ട്രെയിനർ എത്തിയിരിക്കുന്നു. എല്ലാത്തിനും പ്രയാസം തിന്നു വന്നു. എപ്പോഴും ഇപ്പോഴും മേടിക്കുന്നു. ഇതാണ് മറ്റേ ഹരിചന്ദന മലരില്ല. ഇത് നിനക്കാടാ? ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു, അവിടെ മാല ഇരിപ്പുണ്ട്, എനിക്ക് നടന്നു. രണ്ടും നിനക്കാ? നമുക്ക് അവിടെ ചെന്നിട്ട് അവമാനം കാണിക്കാം. ഇവിടുന്ന് കൊണ്ടുപോകണല്ലോ, അവിടെ ചെന്ന് ഇട്ടിട്ട് ഇവിടുന്ന് ഇട്ട് പോവാ. ദൈവഭക്തി നല്ലത് എല്ലാത്തിനും. ഇതെന്തിനാന്നറിയാ? ഇത് അതെന്തിനാ? പ്രേതത്തിനെ ആവാഹിക്കാനാ. പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്ത് അതിലോട്ട് കയറിക്കൂടും. കണ്ടിട്ടില്ലേ ഗൗസ് മൂവിയൊക്കെ? ഇല്ല. ഇവിടെ എന്തൊക്കെ നിമിത്തം കാണുന്നു. പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ എത്തുന്നു. പോണാന്ന് ചോദിക്കുക. എന്താണ് ഇത്? ഒരു പാതാളത്തിലാണ്. ഇതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പോകുന്നതിന് മുമ്പ് തന്നെ വണ്ടിക്കൊക്കെ ഒരു ചാട്ടം എന്താ പറഞ്ഞില്ല അവിടെ. ലൈറ്റ് എന്തൊക്കെ നടക്കുന്നു ഇവിടെ. കൃഷ്ണനെ കണ്ടിട്ട് പോണ. ഒരു പുകയൊക്കെ മുമ്പില്. കൃഷ്ണനെ കണ്ടിട്ട് പോണ. കൃഷ്ണ എവിടെ? ഒന്ന് പ്രാർത്ഥിച്ചൂടെ? എവിടെ? ഇങ്ങോട്ട്. ആണെങ്കിലും കുഴപ്പമില്ല. അത് സ്വിഗ്ഗി ആരത്തിനാണ്. ഇവ ഏതെങ്കിലും ഒരു പ്രേതം കൊണ്ടുപോകുന്നു തോന്നുന്നു. എന്താ മോനെ? 20 മിനിറ്റ് ആണ് ഇത്. മോനെ, ഇതാണ് നമ്മുടെ പാസ്റ്റർ ആൽബർട്ട്. ഇവനല്ലേ മറ്റേ തുണിയില്ലാണ്ട് ഓടിയത്? ലാസ്റ്റ് അവസാനം എവിടെ കൊന്തേക്കായിട്ട് വന്നിരിക്കുക. നിനക്കപ്പ എന്താ ഉള്ളത്? നിനക്ക് ഷഡിയില്ലേ? നിനക്ക് പണ്ടോട്ട് ഒന്നുമില്ല, അവനൊന്നുമില്ല. കൊള്ളാം. ഇപ്പൊ തൽക്കാലം നീ ഇട്, നിനക്കാണ് ആഗ്രഹം. പേടിക്കണ്ട, നിങ്ങളെ പിടിക്കത്തില്ല. എന്നെ പിടിക്കത്തില്ലെന്ന് എനിക്കറിയാം. നിന്നെ ലാസ്റ്റ് പിടിച്ചിട്ട് ലാസ്റ്റ് പറയുന്നത് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല. നിനക്കൊന്നും അറിയത്തില്ല. നീ ലാസ്റ്റ് ഒന്നും അറിയാണ്ടിരിക്കും. സംശയമുണ്ട് നിങ്ങൾ രാത്രി എന്തൊക്കെ ചെയ്യുന്നൊക്കെ. ഭയങ്കര സംശയമുണ്ട്. നമ്മളെ നോക്കി ഒരാൾ അവിടെ കണ്ണോട്ട് കാത്തിരിപ്പുണ്ട്. എറണാകുളത്ത് ഒരാൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ 20 മിനിറ്റ് അല്ലേ? ആ 2.5 മണിക്കൂർ പോസ്റ്റാ. 2.5 മണിക്കൂർ എങ്ങനെ ഇറങ്ങി? അത് ഇറങ്ങി നിൽക്കുവാണെന്ന് തോന്നുന്നു ഓൾറെഡി. ഇപ്പൊ അതിനാലും പിടിച്ചോണ്ട് വരുമ്പോ കേറാ പോവാ. കേറ്. ഇതെന്തിനാ അറിയാവാ? ഇത് മറ്റേ നമ്മള് കോഞ്ചറിങ് കണ്ടിട്ടില്ലേ? അപ്പൊ ഈ ഡോളിനകത്തൊക്കെ പ്രേതം എല്ലാം ഒരുമിച്ചാ പറയുന്നത്. ഡോളിനകത്തൊക്കെ പ്രേതബാധ കയറുന്നതിന് വേണ്ടി ആവാഹിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്.
നിനക്ക് പേടിയില്ലേ? ആ അത് ശരിയാക്കി തരാം. ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹോണ്ടഡ് ഹോട്ടലാ. ടോപ്പ് 3 ലിസ്റ്റില്. അതവിടെ ചെല്ലുമ്പോ നീ എന്തായാലും അറിയും. നിനക്ക് ഒട്ടും പേടിയില്ലല്ല. അപ്പൊ ഏറ്റവും റിസ്കി ആയിട്ടൊക്കെ നീ ചെയ്യണം കേട്ടാ. 50% പേടി. അപ്പൊ നിനക്ക് ഏറ്റവും ഒട്ടും പേടിയില്ലാതെ നീ ആയതുകൊണ്ട് നിനക്ക് ഏറ്റവും റിസ്ക് നീ ചെയ്താൽ മതി. ഞാൻ നിരീശ്വരവാദി അറിയാം. അത് നിരീശ്വരവാദി. ഒന്നതൊന്ന് ഉരുട്ട് പറഞ്ഞേ കൊള്ളായിരുന്നു. അല്ല ഇതാരാണ് അവനടുത്ത് കഴുത്തിലോട്ട് മലക്ക് പോകുന്ന 5 പണ്ടന്മാര് പിടിക്കാൻ പോയി ചത്തൊന്ന് ആശുപത്രി കിടക്കുന്ന. ചത്തില്ലടാ പേടിച്ച് മുള്ളി ഹോസ്പിറ്റലിൽ കിടക്കണ്. പുള്ളിയുടെ വായു ട്യൂബൊക്കെ ഇട്ടിട്ട് ഫീഡ് ചെയ്യുന്നു. പ്രമുഖ യൂട്യൂബർ പാൽക്കുപ്പി വായിൽ വെച്ചിരിക്കുന്നു. യൂട്യൂബർ ഇനി വരുന്ന പ്രേതമെങ്ങാനും MP യുടെ വീഡിയോ കാണുന്നതാണ്. പണ്ട് കണ്ടോണ്ടിരുന്ന തട്ടിപ്പോയതൊക്കെ എങ്ങനെ ഫസ്റ്റ് ഇറക്കിയ വീഡിയോ കണ്ടതാണ്. ഞാൻ പറയുന്ന എന്നാലും അവള് പെട്ടെന്ന് അവൾക്ക് മേത്തുവല്ല കേറി ഭിത്തി കൂടി കേറാൻ നോക്കി കഴിഞ്ഞാ പിന്നെ വെയിറ്റ് ചെയ്യണ്ട. ഓടുവാ കഴിഞ്ഞ് ആ മാല ഇട്ടാൽ ആദ്യം പിടി. നീ എടുത്ത 2 മാല 10-12 വർഷമായിട്ട് പള്ളിയിൽ പോവാത്ത ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചോദിച്ചിരിക്കണം അമ്മച്ചി കൊന്ത എന്താ അമ്മച്ചി എന്നെ ചെട്ടിപ്പോയി. നമ്മളിപ്പം എറണാകുളം എത്തിയിട്ടുണ്ട്. ആൻസി, ആക്ടർ ആൻസിനെ വിളിക്കാൻ വേണ്ടിയാ. അവളെ നിങ്ങൾ കണ്ടു കാണും. എന്താണ് ഇതിനു മുമ്പ് ഒരു വ്ലോഗിനകത്ത് ഉണ്ടായിരുന്നു. അവളുടെ വീഡിയോ ഇറങ്ങിയിട്ടില്ല. ഈ വീഡിയോ കഴിഞ്ഞ് ഒന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എവിടെയാണ് അവളെ? ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം വിട്ടത്. അവിടെ തന്നെ പിന്നെയും വന്നു. നീ പേടിക്കാൻ എത്ര ആൾക്കാരായിട്ട് വരുന്നത് നോക്കി. ഇവളുടെ കാലത്ത് ഇപ്പോഴേ ബാധ കയറിയെന്ന് തോന്നുന്നു. എന്താണ് 2 ദിവസത്തെ 2 ആഴ്ചത്തെ പറഞ്ഞില്ല. ബൈ 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 ബൈ. നമസ്കാരം. നീ അവിടെ ചെന്നിട്ട് ഇങ്ങനെയാണെന്ന് ഒച്ചത്തിലൊന്നും ചിരിച്ചേക്കല്ലേ. അല്ലേ പേടിച്ചു മുള്ളി ഇരിക്കുമാര്. ഷുഗർ തന്നെ. നിങ്ങളൊക്കെ ആരാ? ഇവരാരെന്നറിയണ്ടേ? പാസ്റ്ററാ? ഞാൻ പാസ്റ്ററായി. എന്റെ നാട്ടിലല്ലോ ഇവ പാസ്റ്റർ ആൽബർട്ട്. ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ പേടി. ജപമാലയൊക്കെ അതിന് ഇപ്പഴല്ലേ ഉണ്ട്. ജപമാല മാത്രമേ കണ്ടുള്ളൂ. വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. മാല അവിടെ അത് കണ്ടല്ലോ. ശിവത്തേന് നേരിട്ട് പോയി വാങ്ങിച്ചിട്ട് അവൻ കൈലാസത്തിൽ പോയി വന്നതാ. അപ്പൊ അതെ, ഇത് പാസ്റ്റർ ആൽബർട്ട്. അതാരാന്ന് ചോദിച്ചില്ലല്ലോ നീ. അത് ഏത്തിയസ് ജിയോസേട്ടൻ. ഏത്തിയസ് ജിയോസേട്ടൻ. അത് എടുത്തെടുത്ത് പറയണ്ട കേട്ടാ. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അവിടുന്ന് കയറിയപ്പോ പറഞ്ഞില്ലേ. അപ്പൊ ഏകദേശം ഒക്കെ നമുക്ക് മനസ്സിലായി. നമുക്കിനി വേണ്ടത് ഒരു ബ്ലിങ്കിറ്റിന്ന് 2-3 മെഴുകുതിരി വേണം. അത് മാത്രമേ മേടിക്കാനുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. വാ മെഴുകുതിരി മേടിക്കണം. കേരള ക്രൈം ഫയൽസിന്റെ മോന്ത കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് മെഴുകുതിരി മേടിക്കുക. ഫ്രീ ആയിട്ട് ചിലപ്പോൾ കരുവായിരിക്കും. ആക്ടർ ആൻസിക്ക് വേണ്ടി മെഴുകുതിരി കിട്ടുമെന്ന് നോക്ക്. അപ്പൊ ഇപ്പൊ നമുക്ക് ഉള്ള കുറച്ച് സ്നാക്സ് തരും. ഓടിക്കുമോ നീ അവിടം വരെ? ഇതിലും നിനക്ക് ഓടിക്കാൻ അറിയാവാ? പാസ്റ്റർ ആൽബർട്ട് പറയുന്നത് സത്യമാണോ? അല്ലേ? എന്തായാലും വണ്ടി ഓടിക്കുന്നതാ. ആ പൈസ മുടക്കേനൊരു മുതല്. അതും ശരിയാ. ഒരു ദിവസം റൂമിൽ കിടക്കണ്ടേ. എല്ലാരും വിറച്ച് നിൽക്കുവാണോ തോന്നുന്നു നീ ഓടിക്കുന്ന കണ്ടിട്ട്. ആക്ട് ചെയ്യുകയാണ് ടിപ്പറിന്റെ പൊക്കത്തെ കണ്ട. കണ്ണാടി കൂടെ മരത്തിന്റെ ജില്ല വരുമ്പോ
പുറത്ത് കാറിന്റെ പുറത്ത് ഒരാൾ ഇങ്ങനെ ഇല വീശുവാണ് നടക്കുന്നിട്ട് ലൈസൻസ് കാണിച്ചു തന്നാ വിശ്വസിക്കൂ. ലൈസൻസ് ചെയ്ത് പട്ടിക്ക് പ്രദേശത്ത് മേടിക്കുക. മാത്രം നിന്ന് ഓടിച്ചിട്ടുണ്ട്. നിന്നാണ് ഓടിച്ചത്? 12 മണി. അതെ, ഇത് വേറെ വണ്ടിയാ. 12 മണിക്കൂർ നിന്ന് ഓടിക്കുന്നത് നിന്ന് ഓടിച്ചതല്ല, ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചു ഈ ബബിൾക്ക് നിന്നിട്ട്. അങ്ങനെ ആ 12 മണിക്കൂർ നിന്ന് ഓടിച്ച പൗൾക്ക് സേഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനാണ് ഓടിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് വണ്ടി ഇടിച്ച എനിക്ക് ഉറപ്പാക്കാം. വണ്ടി ഇടിച്ചേനെ, വേറെ നിവർത്തിയില്ല. ഇനി നീ ഇടിപ്പിച്ച് കഴിഞ്ഞിട്ട് അയ്യോ അവനെ ഓടിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഓടിക്കും. നീ ഓടിച്ച് എപ്പോഴെങ്കിലൊക്കെ തെളിയിക്കുക എന്റെ മുമ്പിൽ, എന്നിട്ട് ഞാൻ തീരുമാനമാക്കാം. ഞാൻ അവിടത്തെ എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എല്ലാ വണ്ടി ഈ വണ്ടി അവിടം വരെ തള്ളിയിട്ട് തിരിച്ചു കൊണ്ടുപോകാം. എടാ പൊട്ട, ഇത് കാറല്ല മണ്ട. സ്വഭാവം മാറി കേട്ടോ, സ്വഭാവം മാറി. സ്കൂട്ടറെങ്കിലും ഓടിക്കാൻ അറിയാമെന്ന് നോക്കണ്ട. സ്കൂട്ടർ അറിയാന്നുള്ളവർക്കാണ് കാർ അറിയാന്നുള്ളത്. നീ എന്ത് മണ്ടനാടാ എന്നാണ് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നത് അവസാനം ഇല്ല. സ്കൂട്ടറിനുള്ള ഒരു ബാലൻസ് എങ്കിലും ഉണ്ടെങ്കിൽ കാറിന്റെ കാർ ബാലൻസ് തമ്മിൽ ഒരു ബന്ധവുമില്ല. അവര് ഓടിക്കും. എനിക്ക് എന്താ ഓടിക്കും. ഹനുമാൻ ചാലിസ പഠിച്ച അർജുനൻ പൽക്കുണ്ടൻ എന്തെങ്കിലും പാടിയാ മതി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ നാരായണ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഇത് ഏത് ഭജനയാണ് കിടക്കുമ്പോ പാടുന്ന പാട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി പാടി പഠിച്ചെങ്ങനെയാണ്? നിനക്ക് വേണ്ടി പാടി പഠിക്കുവാണ് ഇപ്പഴേ. നിന്നെയാണ് ഇരുട്ടത്തോട്ട് വിടുന്ന. അത് നീ മറന്നു പോരുത്. ഞാൻ കഥ പറഞ്ഞിട്ടില്ലല്ലോ അവിടുത്തെ. ഇല്ല, 170-150 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് കേട്ടാ. അപ്പൊ നൂറ്റാണ്ടുകളുള്ള പ്രേതങ്ങളുണ്ട് അവിടെ. അർജുനമ്പി ഒരു പ്രേതമാ. പിന്നെ നമ്മളെന്തിനാ പ്രേതം? ആ കണ്ട അവിടെ എനിക്കിട്ട് കുത്തി. എടാ എന്തൊരു നിനക്ക് അനങ്ങാൻ പറ്റത്തില്ലെന്ന്. അനങ്ങാൻ പറ്റുന്നില്ലെന്നാ ഉളുക്കിയ ഇവിടെ പിടിച്ച് പ്രേതം. എവിടാ? ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്തൊക്കെ അനർത്ഥങ്ങളാണിത്. ഇങ്ങനെയൊക്കെ ആക്കും. സുംബ ഡാൻസ് കളി. നിനക്ക് എന്താ പറ്റുന്നത്? ഈ വീഡിയോ എന്തൊക്കെ ആകും. കുറച്ച് മാല ഉണ്ടല്ലോ. ആ മാലയൊക്കെ എടുത്തിട്. മാല ഊരിയോണ്ട് പറ്റിയതാ. മാല ഇല്ലാത്തതുകൊണ്ടാ. അവിടെ എടുത്തോണ്ട് വരുന്നു. രണ്ട് മാല കേട്ടാ. ദ്രോണിയാ. ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബർ അല്ലേ? ഇത് തമിഴ്നാടല്ലേ പോകുന്നത്, അവിടെ ഇന്ത്യയല്ലേ? നിന്നെ കണ്ട ഉരുണ്ടിരിക്കുന്നോണ്ട് ഭയത്തിന് ഇഷ്ടപ്പെടും. അല്ലെങ്കിലും ഇഷ്ടപ്പെടും. എല്ലാരും ഇഷ്ടപ്പെടും. എല്ലാവരുടെയും ചോരടകം അല്ല, എല്ലാവരുടെയും ചോരടകം എനിക്ക് നീലയാ. ഇത് ഞാൻ ഈ നാട്ടുകാരെ ഇതുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. കഴുത്തെ കടിക്കുമ്പോ ഇതായിട്ട് കടിക്കുന്നേ ഉള്ളു. ബ്രെഡും ജാമും ചീസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു ലസ്സി ഉണ്ടാകത്ത്, ലസ്സി കുടിക്കാം. ചുവന്ന കളറിൽ എന്തെങ്കിലും ഉണ്ടോ? ചുമന്ന കളറിലുള്ള ഒരു സംഭവം കൂടിയുണ്ട്. എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ജെല്ലി ക്രിസ്റ്റൽസ്. നമുക്ക് ഇതിനകത്ത് ഇടാം. ഇപ്പൊ കഴിച്ചിട്ടൊക്കെ ഇറങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയ ഉണ്ട്. നമ്മളൊരു കൊട്ടാരത്തിലോട്ടാ പോകുന്ന. ഒരു 150 കൊല്ലം പഴക്കമുണ്ട്. അത് മാത്രമല്ല, അവിടെ ഏറ്റവും റിപ്പോർട്ടഡ് ആയ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു മൂവി ഷൂട്ട് നടന്നായിരുന്നു. രാജ് എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവി. അതിനകത്തുള്ള ക്രൂ ഒക്കെ അവിടെ നിന്നത്. അപ്പം അവരെല്ലാം ഈ നിരീക്ഷണവാസികൾക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലാവും. ആ കൊന്ത എടുത്ത് മാറ്റിയതിന്റെ കൊന്ത ഞാൻ രുദ്രാക്ഷം ഉണ്ടല്ലേ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു മൂവിക്ക് വേണ്ടിയുള്ള ക്രൂസ് ഒക്കെ പോയി നിന്ന് അവര് നിന്ന് കഴിഞ്ഞിട്ട് രാത്രി കുറെ ബഹളവും പൊക്കത്ത് ഒച്ചയും ഫർണിച്ചർ ഇടിക്കുന്നൊക്കെ സൗണ്ട് കുറെയൊക്കെ സൗണ്ട് കേട്ടല്ല കേട്ടത് കേട്ട് കഴിഞ്ഞിട്ട് അവരപ്പം റിസപ്ഷനിൽ വിളിച്ച് കഴിഞ്ഞിട്ട് ആരും എടുത്തില്ല. റിസപ്ഷനിലുള്ള ആൾക്കാര് അടുത്ത ദിവസം രാവിലെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് റിസപ്ഷനിൽ പോയി തിരക്കി. റിസപ്ഷൻ ചേച്ചി പറഞ്ഞ് ചേച്ചിയില്ല. അത് വേറൊരു കാര്യം, അവിടെ റിസപ്ഷനകത്ത് എല്ലാം ഒരു മധ്യവയസ്കരാ, എല്ലാരും നല്ല ഏജ് ആയ ആൾക്കാരാ. 60+. അപ്പം അവര് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോർ അതിന്റെ പുറത്തൊരു ഫ്ലോർ ഇല്ലെന്ന്. ഫ്ലോർ ഇല്ല. ഈ ഒച്ചയൊക്കെ അവർക്ക് എവിടുന്നാ കിട്ടുന്ന അവർക്ക് കിളി പോകണം കായിപ്പോയി. അത് ജസ്റ്റ് ഒരു നോർമൽ ഇൻസിഡന്റ്, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. വേറൊരു യൂട്യൂബർ അവിടെ പോയപ്പം രാവിലെ തികയ്ക്കാതെ 5:30 മണിക്ക് അവൻ ടാക്സി ബുക്ക് ചെയ്ത് ഓടി അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് പ്രയത്നം വിശ്വാസം ഇല്ല. നിങ്ങൾക്ക് വിശ്വാസം ഇല്ല? ഇവനൊട്ടും ഇല്ല. ഇവൻ ഏത്തിയസ്റ്റ് ജിയോ സേട്ടന് വിശ്വാസമൊന്നും ഇല്ല. ഇവൻ ചിലതൊക്കെ അവിടെ ചെയ്യും. എന്നാലും നമ്മൾ കൊണ്ടുവന്ന EMF റീഡർ അവിടെ അടിച്ച ഓജോ ബോഡി ചെയ്യുന്ന സമയത്താ, ബ്ലഡി മേരി കളിക്കുന്ന സമയത്താ, അല്ലെങ്കിൽ രാത്രി നമ്മൾ ചില റൂമിന്റെ അടുത്തുകൂടി പോകുമ്പോഴോ കോറിഡോറിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ അവിടെ പൈൻ ഫോറസ്റ്റ് നടുക്കൂടി പോയി സെമിത്തേരി ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും പറയാൻ പറ്റത്തില്ല. എപ്പോ വേണം EMF അടിക്കാം. EMF അടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ ഓജോ ബോഡി ചെയ്തിട്ട് ടാഗ് ആയി പോയി കൂടെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്.
എന്ന് ഞാനല്ല പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ എന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞായിരുന്നു. സാധാരണ നമ്മൾ അവിടെയൊക്കെ പോയി ഓജോട് കളിക്കുന്നതൊക്കെ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ഇൻ ഇന്ത്യ. ഗൂഗിളുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് നീ ഇപ്പോഴും അറിയുന്ന പലതും അറിയാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഏകദേശം ചെറിയൊരു ജിസ്റ്റ്. ബാക്കി മിക്കത് നിങ്ങൾക്ക് മെയിൻ വീഡിയോ ഒക്കെ കാണാൻ പറ്റും എന്താ നടക്കാൻ പോകുന്നത്. എന്നാലും അവിടെ എത്തട്ടെ. ഏകദേശം 5.5 മണിക്കൂറോടെ ഉണ്ട്. നീ എത്തിച്ചല്ലേ ആക്ടർ. എനിക്ക് വിശ്വാസമൊന്നുമില്ല. തള്ളി വിടുവാ. നമ്മളങ്ങനെ ഫേൺ ഹിൽ ഊട്ടി പാലസ് റോയൽ പാലസിൽ എത്തിയിരിക്കുകയാണ്. കുറേയേറെ സമയമെടുത്ത് ഉറക്കം തന്നെ ഇല്ല. എനിക്ക് എന്തോ ഒക്കെ പോലെ തോന്നുന്നു. ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം നല്ലതാണ്. ഇത് നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇത് എത്തിയിരിക്കുന്നത്. എന്നാലും നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. എനിക്ക് വേറെ എത്ര മൂടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു മൂടേ ഉള്ളൂ. അതാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വല്ല മൂടുണ്ടാന്ന് നോക്കാം. നമ്മുടെ ട്രെയിനർ അവിടെ കാർ കൊണ്ട് കിട്ടിയില്ല. ഇവിടെ വലുതായിട്ട് ആൾക്കാരില്ലെന്ന് ഒരു കാണുന്നുള്ളൂ. നമ്മുടെ ഡ്രസ്സിങ് സെൻസ് കാരണമാണോ അവർ വിചാരിച്ചത് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടില്ലെന്ന്. ഡ്രസ്സിങ് സെൻസ് കണ്ടിട്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ വെറും അങ്ങനെ തോന്നിയ ആക്ടറാൻസി എങ്ങനെയാ ഇത് എന്താണ് ഒരു പ്രശ്നമില്ല. നല്ല സ്ഥലം. ഇച്ചിരി തണുപ്പുണ്ടെന്ന്. അതിപ്പോൾ നമുക്കൊന്ന് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തരികയാണ്. നമ്മൾ കുറച്ച് നേരമായി വന്നിട്ട് എന്ത് പറ്റി ഇങ്ങനെ ബ്ലാനതായിട്ട് നിൽക്കുന്നു? തണുക്കുന്ന പിന്നെ ഊട്ടി വന്നാൽ തണുക്കത്തില്ലേ? ഇത് വലിയ പുതിയ അറിവായിട്ട്. എന്തായാലും ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ഇത് ഹീറ്ററാണെന്ന് തോന്നുന്നു. റൂം ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഹീറ്ററാണ്. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ്. അപ്പം ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഉറക്കമാണ് മുഖ്യം. രാത്രിയാണ് ഇവിടെ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കിടക്കാൻ പോവുകയാണ്. ഞാൻ എന്തൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നിയമം പറയുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആട്ടെ. വേറെ ഇവരൊക്കെ കളിച്ച് വെച്ചിട്ടുള്ളൂ. ഞാൻ കിടന്നുറങ്ങുകയാണ്. ഇത് പണ്ട് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞല്ലോ ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം ഒന്നും നോക്കുക പോലും വേണ്ട. ബാത്റൂമൊക്കെ സീനാ പോലെ. ഇത് നോക്കിക്ക് ഒരു രക്ഷയില്ല. ഒടുക്കത്തെ വൈബ് ഇവിടുത്തെ ബാത്റൂമൊക്കെ. നിഗൂഢ വൈബ് ഉണ്ട്. അതെന്തെന്ന് അറിയത്തില്ല. നടുക്ക് തലത്ത് നോക്കാനാണെന്നാടാ. ഒരു ബ്ലഡി മേരി കളിക്കാൻ വരുന്ന കിടില മിററാണ്. ഇപ്പൊ എന്തായാലും ഞാൻ ബെഡിനകത്തോട്ട് പോവുക. ബൈ ബോയ്സ്. ഞാൻ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രഷ് ഒക്കെ ആയി. ഞാൻ ഫുഡ് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. ഇവന്മാരെല്ലാം കൊണ്ടുപോയി പുറത്തുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകും. എങ്ങനെയുണ്ടാ സ്ഥലം? നമ്മുടെ റൂം കുഴപ്പമില്ല. പക്ഷെ ഈ റൂമിട്ട് കയറുമ്പോ ഇവിടെ ലൈറ്റ് മോഡാ. ഇതിന്റെ ഇപ്പുറത്തോട്ട് കംപ്ലീറ്റ് ഡാർക്ക് നിനക്ക് ഫീൽ ആകുന്നുണ്ട്? എനിക്ക് നല്ലോണം ഫീൽ നിനക്ക് തോന്നില്ലാണ് ഇതൊക്കെ. തോന്നില്ല ട്രെയിലർ ഇവര് തോന്നില്ലേ? ഇവര് പേടിയായിട്ടാണ്. നീ ഒറ്റയ്ക്ക് വിളിച്ചു വന്നു കൂടെ കുളിക്കാനാണ്. സത്യം അതാണ്. ഈ റൂമിന് ജസ്റ്റ് ഒരു ചെറിയതായിട്ടൊരു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിഗൂഢ വൈബ്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഒരു രാജകൊട്ടാരല്ലടാ. ഇപ്പൊ എങ്ങനെയുണ്ട് രാജകൊട്ടാരത്തിലുള്ള സ്റ്റേ? രാജകൊട്ടാരത്തിൽ താമസിക്കുക. ഈ കൊട്ടാരത്തിൽ ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാരും ആരും ഇല്ല. നമ്മളാ ഇന്നത്തെ ഗസ്റ്റ്. ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നുള്ള രാജാക്കന്മാരുടെ പല പല കുസൃതികളും ഉള്ള അവിടെ ഫോട്ടോ. അപ്പൊ എന്തായാലും അവിടെ അവന്മാരെ നിൽക്കുക. അവന്മാരൊന്ന് കാണിച്ചേക്കാം. അവന്മാരിപ്പോ ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പൊതുവെ പോകണം. അവന്മാരുടെ റൂം ഇപ്പറ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടുത്തെ കോറിഡോർ. ഹലോ ആൽഫ്രഡ്, എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. എല്ലാം കൊള്ളാമല്ലേ? നിന്നെ കണ്ടിട്ട് ഉറങ്ങാത്തനൊക്കെ അല്ല, ഒരു മൂങ്ങിനെ കണക്കിരിക്കുന്നു. നീ ഉറങ്ങി എഴുന്നിട്ടാണ് ഇത്? 2 വർഷമായിട്ട് ഉറങ്ങാത്തല്ലേ? അടിപൊളിയായിട്ട് ഉറങ്ങിയതാണ്. കൊള്ളാം കൊള്ളാം. എന്തായാലും നിങ്ങളുടെ റൂം നല്ല ലൈറ്റ് ആണെന്നൊക്കെ പറയുന്നത്. എന്ത് ഡാർക്ക്? എനിക്കൊന്ന് ഓജോ കൊണ്ട് പറ്റിയ റൂം എന്റെ റൂം ആയിരിക്കും. പക്ഷെ ഇതാണ് കുറച്ചുകൂടി വലിപ്പം. നമുക്ക് ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് വീഡിയോ ഒക്കെ അത് ടെസ്റ്റ് ചെയ്യാല്ലേ? ഇതിലാ സ്പിരിറ്റ് ഉള്ളതൊക്കെ നോക്കും. വീഡിയോ എടുക്കുക. അവളിപ്പോൾ കുളിച്ചോണ്ടിരിക്കുക. റെഡിയാൻ കുളിക്കും. ഇത് നമുക്ക് ഇറങ്ങാം. ഇവിടെ വൈകുന്നേരം ചില സമയത്ത് മാത്രമേ ചൂടുവെള്ളം വരത്തുള്ളൂ. രാവിലെയും വൈകുന്നേരം. അതനുസരിച്ച് കുളിച്ചില്ലെങ്കിൽ നല്ല തണുപ്പാണ് വെള്ളത്തിന്. എടാ കുളിക്കാൻ കയറടാ. എന്റെ സാധനം നിറയട്ടെ. എന്ത് സാധനം നിറയട്ടെന്നാ? വെള്ളം നിറയട്ടെ. അല്ലെന്ത് ഡബ്ബ നിറയട്ടെ. ടബ് നിറക്കുവാടാ. കൊള്ള. അത് ഊരി വെച്ചിട്ടാണ് വെള്ളം നിറച്ചിട്ടിരുന്നത്. ആ മണ്ടനാണ്. എന്തുവാണ് നിന്റെ ഫസ്റ്റ് ആണോ ടബ്? അല്ലല്ലോ. പിന്നെന്താ ഇത്ര എക്സൈറ്റ്മെന്റ്?
വാട്ടർമെല സൈസ് വലുത് എന്തായാലും ഒന്ന് കയറി കിടന്ന് കാണിച്ചാ കൂടുതൽ നടക്കണ്ട. നീ ഇറങ്ങുമ്പോ മുക്കാലും ഇറങ്ങും വെള്ളം. ഇത് ചന്തി കഴിക്കുന്ന ആ ഇവിടെ നമ്മള് സാധിക്കും, ഇവിടെ കഴുകും. ഇത്ര കൊമ്പളയാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്തുവാണിത്? നമ്മളെന്തിനാ വന്നേ ഇവിടെ? പ്രേതത്തിനെ പിടിക്കാൻ വന്നയാ? ഇവിടെ സ്പാ ട്രീറ്റ്മെന്റ് വന്നിരിക്കുക കേട്ടാ. ഇവിടെ കൂടെ കിടക്കുമ്പോ മനസ്സിലാവും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത് മുതലാക്കും. ഈ കാണുന്ന എന്തുവാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടുന്ന് കിട്ടി നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതെന്തുകൊണ്ട്? ടാൽക്കം പൗഡറാ ഇത്? മോന്തയ്ക്ക് ഇടുന്ന പൗഡർ ആർക്കറിയാം. ഈ മറ്റേ പഴയ കാലത്തെ വീട്ടമ്മമാരില്ലേ, അങ്ങനെ താഴത്തൊക്കെ പോകുന്നടാ. ഓ വീടാണല്ലേ. അപ്പൊ ഇറങ്ങി ഞങ്ങള് വെയിറ്റ് ചെയ്യും. നീ ഇറങ്ങുന്നതാണ് ഈ വേഷം വേഷം ഇരിക്കും. ഇതാരാ? അപ്സരസാ? കല്ലേങ്കാട്ട് നീലിയ? എന്തുവായിരുന്നു പറഞ്ഞത്? ഈ റൂം ചെറുതാ? അതെനിക്കും തോന്നി. ഇതിനകത്ത് ഒരിക്കലും ഇല്ല. പക്ഷെ ആ റൂമിൽ തോന്നുക. നിനക്ക് ആ റൂമില്ല തോന്നുന്നത്? നമ്മളെന്തായാലും അത് കൺഫേം ചെയ്യും. ചെയ്തിട്ട് നമ്മളത് ഡിസൈഡ് ചെയ്യത്തുള്ളൂ ഏത് റൂമാണ്. നമ്മൾ അവിടുന്ന് ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഹോട്ടൽ കാണാൻ ഒരു വൈഡാക്കി കാണിച്ചു തരാം. ഇവിടുത്തെ സീനിക് ബ്യൂട്ടി എന്ന് പറയുന്നത് കുഴപ്പമില്ല, അല്ലേ? പക്ഷെ ഇതിനകത്ത് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പൊ. വേറെ കാര്യം ഡിസൈഡ് ചെയ്താൽ എവിടുന്ന കഴിക്കേണ്ടതെന്ന്. അവിടെ കഴിച്ചത് 4000 രൂപ. അത് നമ്മളിപ്പോ 1000 രൂപ ഒതുക്കും. 1000 രൂപ കിട്ടുമായിരിക്കും. ഇതാണ് റെസ്റ്റോറന്റ്. പ്രോൺസ് എന്തിനാണ്? ചെമ്മീനൊക്കെ വീട്ടിൽ മേടിച്ച് കഴിച്ചാൽ മതി. ആക്ടർ ആൻസി ഹായ് പറയും. ഭയമുണ്ട്. ഒരേ ആൾക്കാർ ഐസ്ക്രീം കഴിക്കുന്ന കണ്ട് തണുപ്പത്ത് കുട്ടിയിൽ വന്നിട്ട് ഐസ്ക്രീം കഴിയാ. ചൂടാണ് ഇവിടെ, ഭയങ്കര ചൂടല്ലേ? ആൻസി കഴിക്കുന്നില്ലല്ലോ ഐസ്ക്രീം. എന്താ ലിപ്സ്റ്റിക് ഇളകുന്ന? കൊള്ളാം. ഇവിടെ നമുക്ക് ഇവിടെ എല്ലാത്തിനും വില കൂടില്ല. നമ്മൾ ഒരു 5 ഫ്രൈഡ് റൈസ് പറഞ്ഞിരിക്കുന്നു. വേറെ ഒന്നും പറയാനായിട്ടുള്ള തോന്നുന്നില്ല. ഉച്ചമല്ല, ഞാൻ കാര്യം പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും കപ്പൽ വന്നിരിക്കുന്നു. ചപ്പാത്തി ഇല്ലായിരുന്നു. അപ്പുറത്തുണ്ട്, നമ്മുടെ ഇല്ല. പറയണ്ട, കുഴപ്പമില്ല, സഫീഷ്യന്റ്. കഴിക്കുന്നതിന് റിയാക്ഷനാ. നമ്മളിപ്പോ പാലസിലെത്തി. പക്ഷെ ആൻസി ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് കാണിച്ചു തരും. പാർക്ക് ചെയ്ത് അകത്തിരിക്കണോ പുറത്തിറങ്ങണോ? അവളിപ്പോ പാർക്ക് ചെയ്യും. അവളത് അവിടെയോട്ട് പാർക്ക് ചെയ്യാതെ അവിടോട്ട്. നമ്മളിപ്പോ ഇവിടെ കിടക്കുന്നു. അവളുടെ ഡിസൈഡ് ചെയ്തോണ്ടിരിക്കും എന്താണെന്നൊക്കെ. ഓ പാം ട്രീയുടെ ഉള്ളിട്ട് പോയി കയറും. ഇൻഷുറൻസ് ആണ്. സ്വന്തമായിട്ട് എടുപ്പിച്ചതിന് എനിക്കറിയില്ല. എന്തുവാണ് ഇത്? മനസ്സിലെത്തല്ലേ പറഞ്ഞു. നോക്കിക്കോ വണ്ടി കിടന്ന് ഇപ്പഴും അപ്പുറത്താ ഇടണ്ട. അപ്പുറത്താ ഇടണ്ട. അത് മതി. ഇതെന്തിനാ വണ്ടി അങ്ങോട്ട് പോകുന്ന? എനിക്ക് ഓടിക്കാൻ അറിയാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ഇടണ്ടല്ലോ. അതിപ്പോ ഇവിടെ ഇടേണ്ട വണ്ടി പോണ അങ്ങോട്ട്. വണ്ടിയൊക്കെ ബീപ്പൊക്കെ ചെയ്യുന്നു. ഇത് എവിടെയാണ്? റോഡ് കാണാമോ നിനക്ക്? നമ്മുടെ വണ്ടി കമ്പ അടിച്ചാലും കുഴപ്പമില്ല കേട്ടാ. ആ കാറിൽ കൊണ്ട് എടുപ്പിച്ചേക്കില്ല. കാണിക്കുന്നു. നമ്മള് തിരിച്ചൊക്കെ എടുക്കുന്നു. സ്കൂട്ടി ഓടിക്കാൻ അറിയാവോ? ക്ലീൻ പാർക്കിംഗ്. കൊള്ളാല്ല. ഹാൻഡ് ബ്രേക്ക് കൂടി റിവേഴ്സിൽ നടക്കുന്ന മുമ്പിലോട്ട് ഫുൾ ആക്കി. അതെ. ജീവിതം തിരിച്ചു കിട്ടി. നമ്മള് സ്ലോ മോഷനിൽ ഇറങ്ങി വരാന്ന് പറഞ്ഞു.